യാതൊന്നും തെളിയിക്കാനാവാതെ കേരള സർക്കാരിനെ, പിണറായി സർക്കാരിനെ, ഇടതുപക്ഷത്തെ വേട്ടയാടാൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ED അവർ കളിക്കുന്ന കളി എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടുമിക്കവാറും എല്ലാം മനസ്സിലായിട്ടുള്ളതാണ്. അവരുടെ കളികൾക്ക് അവർക്ക് പിന്തുണ നൽകുന്നതാവട്ടെ ഇവിടുത്തെ UDF നേതൃത്വവും BJPയുമാണ്. ഈ ഇടതുവിരുദ്ധ മുള്ളുമുറുക്ക് കാഞ്ഞിരക്കുറ്റി സംഘം ED നടത്തുന്ന എല്ലാ പിത്തലാട്ടങ്ങളും വ്യാജ പ്രചാരണങ്ങളും കുത്തിത്തിരിപ്പുകളും ഒക്കെ വലിയ രീതിയിൽ ആഘോഷിച്ചിട്ടുള്ളതാണ്. അവർ എറിഞ്ഞു കൊടുക്കുന്ന ചില തുണ്ടു പേപ്പറുകളിലെ വിവരങ്ങൾ വെച്ച് ഇടതുപക്ഷത്തിനെതിരെ നടത്തിയ ചർച്ചകൾ, അന്തിച്ചർച്ചകൾ എത്ര ദിവസമായിരുന്നു എന്ന് നമ്മൾക്കറിയാവുന്നതാണല്ലോ. എന്നിട്ടിപ്പോൾ മാധ്യമങ്ങൾ ഈ പറയുന്ന EDയെയും ഇവിടുത്തെ മാപ്രകളെയും കുറിച്ച് മാപ്രകൾ തന്നെ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ഇപ്പം എനിക്ക് ED ഓഫീസിൽ പോയിരിക്കാൻ പറ്റില്ല, മനസ്സിലായോ? നാളെ രാവിലെ നീ ആർക്കട്ടെ എങ്ങനെയാ പൈസ അടച്ചു വെച്ചാൽ നാളെ രാവിലെ EDന്റെ ഓഫീസിൽ പോയി എനിക്ക് പറ്റില്ല. ഞാൻ ഇന്ത്യൻ നിയമപ്രകാരം നോക്കിയിട്ടേ അടയ്ക്കുന്നുള്ളൂ, മനസ്സിലായോ? പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ. നമുക്ക് പിന്നെ EDന് ആ വഴിക്ക് കൂടെ പോയാൽ നമ്മളെ പിടിച്ചാലും ചിലപ്പോൾ. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ. നമുക്ക് പിന്നെ EDന് ആ വഴിക്ക് കൂടെ പോയാൽ നമ്മളെ പിടിച്ചാലും ചിലപ്പോൾ. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ. നമുക്ക് പിന്നെ EDന് ആ വഴിക്ക് കൂടെ പോയാൽ നമ്മളെ പിടിച്ചാലും ചിലപ്പോൾ. പറഞ്ഞത് കേട്ടല്ലോ, കേരളത്തിലെ മാധ്യമങ്ങളല്ലേ, അവരുടെ കയ്യിലിരിപ്പ് എന്താണെന്ന് അറിയാമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഒരു മാപ്രാ സ്ഥാപനത്തിൻ്റെ മേധാവിയാണ് മാപ്രകളുടെ തന്നെ തണിക്കുണം പറഞ്ഞത്. ഇവരൊക്കെ എത്ര വേട്ടയാടലുകളാണ് ഈ ഇടതുപക്ഷത്തിനെതിരെ, ഈ സർക്കാരിനെതിരെ നടത്തിയത്? എത്ര കാലങ്ങൾ, വർഷങ്ങളായിട്ട് എന്തെങ്കിലും ഒരു തെളിവിൻ്റെ കണിക ഇവർക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർ പറയുന്നു ED അങ്ങനെ ചെയ്ത് കളയും, മാപ്രകൾ ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് നിങ്ങളെ വേട്ടയാടി കളയുമെന്നാണ് ഈ മേധാവി പറയുന്നത്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ലേ? അവരെ ഏത് രീതിയിലും ഏത് കള്ളപ്രചാരണവും ഏത് വ്യാജപ്രചാരണവും നടത്തി വേട്ടയാടാമെന്നാണോ? അതാണ് കോടിയേരി സഖാവ് പറഞ്ഞത്. ഞങ്ങൾ ഇതൊക്കെ താങ്ങും, പക്ഷെ നിങ്ങൾക്കെതിരെ തുടങ്ങിയാൽ നിങ്ങൾ താങ്ങില്ല എന്ന് പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ ഇവറ്റകളുടെയൊക്കെ പൃഷ്ഠത്തിന് തന്നെ ഇത് കൊണ്ടപ്പോൾ അത് ചൂടേറ്റ് അത് കൈ പിടിച്ചുകൊണ്ട് ഓടുകയാണ് മാപ്രകൾ ഇപ്പം ചെയ്യുന്നത്. ഇതൊക്കെ ഗാലറിയിലിരുന്ന് ഇടതുപക്ഷത്തിന് കാണാം. എന്തൊക്കെ ആയിരുന്നു മലപ്പുറം കത്തി, AK-47 അമ്പും വില്ലും ഇപ്പോൾ പവനായി ശവമായി സ്വന്തം പൃഷ്ഠത്തിന് കൊണ്ടപ്പം ഇവന്മാർ കണ്ടം വഴി ഓടുന്നു 4 റൗണ്ട്. നീയൊക്കെ നല്ലോണം ഓട്, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ.